രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായുള്ള മുറവിളികളാണ് ചുറ്റിലും. പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും കനത്ത സമ്മർദ്ദം മുറുകുമ്പോഴും KPCC രാഹുലിനെ കൈവിടുന്നില്ല. എന്നാൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ചില യുവ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സമ്മർദ്ദങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയവും ഉദ്ദേശവും ചോദ്യം ചെയ്യപ്പെടണം എന്നതാണ് രാഹുൽ അനുകൂലികളുടെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് രാഷ്ട്രീയ കേരളത്തിൽ സജീവമായി കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ചാനൽ ചർച്ചകളിലൂടെയാണ് രാഹുൽ എന്ന കോൺഗ്രസ് പ്രവർത്തകനെ ജനങ്ങൾ അറിയുന്നത്. ചർച്ചകളിലെ വാക്ചാതുര്യം കൊണ്ട് എതിരാളികളെ നിശബ്ദരാക്കുന്ന രാഹുൽ വൈകാതെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങി. സൈബർ ഇടത്തിലും രാഹുലിന്റെ ചർച്ചകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. 2006 KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച രാഹുൽ പക്ഷേ സംഘടനാ തലത്തിൽ വളരെ പെട്ടെന്നാണ് നേതൃസ്ഥാനത്തെത്തുന്നത്. 2007 യൂത്ത് കോൺഗ്രസ് പെരിങ്ങാട് മണ്ഡലം, അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലെത്തി. 2011 KSU ജില്ലാ പ്രസിഡന്റായ രാഹുൽ 5 വർഷം കഴിഞ്ഞപ്പോൾ NSU ദേശീയ സെക്രട്ടറിയായി. 2020 തന്നെയാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്നത്. അതേ വർഷം തന്നെ KPCC അംഗവുമായി. ഇക്കാലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന്റെ വലം കൈയായി മാറാൻ രാഹുലിന് സാധിച്ചു. പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനത്തേക്ക് രാഹുൽ എത്തുന്നത്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയതും രാഹുൽ തന്നെയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായത്. എങ്കിലും വ്യാജ വോട്ടർ ID കാർഡുകൾ ചേർത്തി എന്ന ഗുരുതര ആരോപണം രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസിലെ മറുവിഭാഗം തന്നെ ആരോപിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തി പിറ്റേ വർഷം തന്നെ MLA ആയി രാഹുൽ മാറുന്ന കാഴ്ചയും പിന്നീട് കേരളം കണ്ടു. അതിനും വഴിയൊരുക്കിയത് ഷാഫി പറമ്പിൽ തന്നെയാണ്. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചതോടെയാണ് പത്തനംതിട്ടക്കാരനായ രാഹുൽ പാലക്കാട് MLA ആകുന്നത്. ഷാഫി പറമ്പിലിന്റെ നോമിനിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്നത്. 18,815 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. ഇതോടെ പാർട്ടിയിലും സംഘടനയിലും രാഹുൽ സ്വാധീനമുറപ്പിച്ചു. VD സതീശന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായ ഷാഫിക്കൊപ്പം രാഹുലും അവരോധിക്കപ്പെട്ടു. എന്നാൽ MLA ആയി വെറും 1 വർഷം തികയും മുൻപേ തന്നെ സതീശനടക്കമുള്ളവരുടെ വെറുക്കപ്പെട്ടവനായി രാഹുൽ മാറുകയായിരുന്നു. ഇതിന്റെ ആദ്യപടി നിലമ്പൂറായിരുന്നു. സതീശനും കോൺഗ്രസും തള്ളിപ്പറഞ്ഞ PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ പോയി കണ്ടത് വലിയ വിവാദമായി. പിന്നാലെ തെരഞ്ഞെടുപ്പ് സമയത്തെ പതിവ് വാഹന പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയതും ഭീഷണിപ്പെടുത്തിയതും രാഹുലിന്റെ സോഷ്യൽ മീഡിയ ഇമേജിനെയും ബാധിച്ചു. ഏറ്റവും ഒടുവിൽ വന്ന ലൈംഗിക ആരോപണങ്ങൾ എല്ലാ സീമകളും ലംഘിക്കുന്നതായിരുന്നു. ഔദ്യോഗികമായി ഒരു പരാതി പോലും വന്നില്ല എങ്കിലും ഒന്നിലേറെ യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. ഒരു യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നും ഭീഷണിപ്പെടുത്തുന്നതുമായ വീഡിയോ കേരളത്തെ ആകെ ഞെട്ടിച്ചു. ഇതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഇതിനുശേഷവും പല യുവതികളും വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി. ഇതോടെ കോൺഗ്രസും പ്രതിരോധത്തിലായി. പല യുവതികളുടെയും പരാതി നേരത്തെ തന്നെ പാർട്ടിക്കും രാഹുലിന്റെ സംരക്ഷകനായ ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവന്നു. ഇതോടെ MLA സ്ഥാനത്ത് രാജിവെക്കാൻ രാഹുലിനോട് പാർട്ടി ആവശ്യപ്പെടണം എന്ന മുറവിളികളും ഉയർന്നു. എന്നാൽ MLA സ്ഥാനത്ത് നിന്ന് നീക്കാതെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാത്രം രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ.